പത്തനംതിട്ടയിലേക്ക് നമുക്കൊന്ന് പോവാം. അവിടെ അടൂരിൽ ഒരു യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടമുകൾ സ്വദേശിനി 31-കാരി ഷഹനയാണ് മരിച്ചത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു യുവതി. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ, എന്താണ് സംഭവിച്ചത്? ഈ കൂടെ ഉണ്ടായിരുന്ന ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഈ മരണത്തിൽ? ഷിഹാസ്, ഇന്ന് രാത്രി 7 മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത്. പത്തനംതിട്ട അടൂർ കോട്ടമുകളിലാണ് അവിടെ ഒരു വീടിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 31 വയസ്സുള്ള ഷെഹനയാണ് മരിച്ചത്. രാത്രി 6:30-ക്ക് ശേഷം ആ വീട്ടിൽ നിന്ന് ബഹളം കേട്ടിരുന്നു. അയൽപ്പക്കക്കാർ ഈ ബഹളം ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം അയൽപ്പക്കത്തുള്ളവർക്ക് സംശയം തോന്നി. അവിടെ നഗരസഭാ കൗൺസിലറെ വിവരമറിയിച്ചു. നഗരസഭാ കൗൺസിലർ പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്ക് എത്തി. വീട് പുറത്തു നിന്നും അത് അടച്ചിട്ട നിലയിലായിരുന്നു, അകത്തു നിന്നും അത് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. അയൽപ്പക്കക്കാരും ഒപ്പം തന്നെ കൗൺസിലറും വീടിന്റെ കതകിൽ മുട്ടിയപ്പോൾ വാതിൽ തുറന്നു. ഒരു യുവാവാണ് വാതിൽ തുറന്നത്. അയാൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അയാളുടെ ദേഹത്ത് ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു, പാന്റിൽ എല്ലാം ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. വീടിനകത്തേക്ക് ഇവർ കയറി നോക്കിയപ്പോൾ വീടിന്റെ സ്റ്റെയർകേസിൽ ആ ഭാഗത്ത് ഷാൾ ഉപയോഗിച്ച് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു ഈ യുവതിയെ, ഷഹനയെ കണ്ടത്. ഉടൻ തന്നെ അടൂർ പോലീസിൽ വിവരം അറിയിച്ചു. അടൂർ പോലീസ് സ്ഥലത്തെത്തി ഈ യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഷഹന ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. ആൺസുഹൃത്താണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നാളെയായിരിക്കും അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും ഇൻക്വസ്റ്റും ഒക്കെ നടക്കുക. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പോലീസ് അറിയിക്കുക. ഏതായാലും സംശയത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ദേഹത്തെ രക്തപ്പാടുകളുണ്ടായിരുന്നു. യുവതിയുടെ ദേഹത്തും രക്തമുണ്ടായിരുന്നു എന്നാണ് അയൽപ്പക്കക്കാരും ഒപ്പം തന്നെ കൗൺസിലറും ഒക്കെ പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ശരി പ്രവീൺ, പത്തനംതിട്ട അടൂരിലാണ് യുവതിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.